ഓക്കെ, നമസ്കാർ. ഞാൻ നിങ്ങളുടെ സ്വന്തം സലിമോൾ കെ മാത്യു, ഓൺലൈൻ ലാംഗ്വേജ് ടീച്ചർ. ഇത് നമുക്ക് ഒറിജിനലായിട്ടുള്ള ഒരു ക്ലാസ്സിലേക്ക് തന്നെ പോകാം. ഹിന്ദി ജിക്ക് ആനുവൽ ടൈമൊക്കെ ആണല്ലോ. എക്സാമിൻ്റെ മോഡൽ എക്സാംസ് 10th ഫസ്റ്റ് മോഡൽ, സെക്കൻഡ് മോഡൽ, പിന്നെ CBSEക്ക് ഫെബ്രുവരിയിൽ തന്നെ വരും ആനുവൽ എക്സാം. സ്റ്റേറ്റ് സിലബസ് മാർച്ചിൽ തന്നെ 10th. ഓക്കെ, അപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ അപ്പോൾ നമുക്കിന്നൊരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒറിജിനൽ ക്ലാസ്, നമ്മുടെ ക്ലാസ് തന്നെ. ഓക്കെ, അപ്പം ഒരു കോമൺ ആയിട്ടുള്ള ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം കുറേ എക്സാംസ് നടക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയാണെങ്കിൽ അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടു എക്സാം കഴിഞ്ഞ്. അപ്പം കോമൺ ആയിട്ട് ഇപ്പം ഒരു കവിത ലിഖേ, കവിത എഴുതാനായിട്ട് ഫസ്റ്റ് 4 ലൈൻസോ അങ്ങനെയൊക്കെ വരാറുണ്ട്. അത് കറക്റ്റായിട്ട് എഴുതാൻ പഠിക്കുക. കുത്തും കോമ ഇപ്പോൾ പോയം ആണെങ്കിൽ, മലയാളം ആണെങ്കിൽ, ഹിന്ദി ആണെങ്കിൽ, ലാംഗ്വേജ് ടീച്ചറാണ് ഞാൻ ആക്ച്വലി. ലാംഗ്വേജിന് കുത്തും കോമ, ഫുൾ സ്റ്റോപ്പ്, എക്സ്ക്ലമേഷൻ മാർക്ക്, അതായത് പങ്ക്ച്വേഷൻ, വിരാം ചിഹ്നം എന്നാണ് കോമയ്ക്ക് പറയുന്നത്. ഫുൾ സ്റ്റോപ്പിന് പൂർണ്ണ വിരാമ് ഹിന്ദിയിൽ. അതെല്ലാം വളരെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ പോയി എഴുതുമ്പോൾ. ഇപ്പം കവിത ലിഖോ എന്നാണ് പറയുന്നത് ഫസ്റ്റ് ഒരു ക്ലാസ്സിൽ, അങ്ങനെയാണ് വന്നത്. പിന്നെ സെക്കൻഡ് അവർക്ക് അർത്ഥ ലിഖിയെ വന്നു, റോമൻ നമ്പർ 1 ഇട്ടിട്ട് അതിൻ്റെ ഓപ്ഷനില്ല 1. പിന്നെ റോമൻ നമ്പർ 2 ആയിട്ട് അർത്ഥ ലിഖിയെ വരും. മെയിനായിട്ട് അർത്ഥമുണ്ട്, ഹിന്ദി ടു ഹിന്ദി മീനിങ് ആണ് വരുന്നത്. ദെൻ റോമൻ നമ്പർ അതിൽ സെക്കൻഡ് റോമൻ നമ്പർ 2 പിന്നെ ഓപ്ഷനായിട്ട് 1, 2, 3, 4, 5 അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓരോന്നിനും ഓരോ മാർക്കൊക്കെ വെച്ചിട്ട് ടോട്ടൽ 5 മാർക്കൊക്കെ ആയിട്ട് അങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ റിക്തസ്ഥാൻ പൂർത്തീകരമെന്ന് പറഞ്ഞ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. റിക്തസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. അത് ഇപ്പം ടെക്സ്റ്റ് ഉള്ളതൊക്കെ തന്നെയാണ് സാധാരണ വരുന്നത്. ആസ്മാൻ കാ രംഗ് ഡാഷേ, അതൊക്കെ അതുപോലെ തന്നെ ടെക്സ്റ്റിലുള്ളതാവും. സംടൈംസ് മിലാൻ കീജി എന്നുള്ള സ്ഥാനത്താണ് അർത്ഥ ലിഖി എന്ന് പറഞ്ഞ് വന്നത്. ആസ്മാൻ ഖാൻ രംഗ് നീലാഹി, അത് ഓപ്ഷനില്ല. സംടൈംസ് ഓപ്ഷൻ ബ്രാക്കറ്റിലുണ്ടാവും. ഒത്തിരി സമയത്ത് ഓപ്ഷൻ തരണമെന്നില്ല. കോമൺ ആയിട്ട് അവയർനെസ് പഠിച്ചിട്ട് പോകണം. അപ്പം അങ്ങനെ രാത്തിക്കെ മാലിക് കോൻ ഹേ ഡാഷ് ഹേന്ന്, രാത്തിക്കെ മാലിക് ചാന്താണ്, ദി മൂണ്, പിന്നെ സിത്താരെ സ്റ്റാർസും വരും. അതൊക്കെ കോമൺ ആയിട്ടുള്ള, അതിന് ബ്രാക്കറ്റും തന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. റിക്തസ്ഥാൻ പൂർത്തീകരോ, സംടൈംസ് മിലാൻ കരയെന്നും വരും, മാച്ച് ദ ഫോളോയിങ് എന്നുള്ള മീനിങ്ങിൽ. ഇപ്പം ഇത് മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു ടെക്സ്റ്റിൽ, പക്ഷേ ക്വസ്റ്റ്യനിൽ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നപ്പോൾ അത് റിക്തസ്ഥാൻ പൂർത്തീകരോ എന്ന് ഫില്ല് ചെയ്യൂ, ഫില്ല് ഇൻ ദി ബ്ലാങ്ക്സ്, ബ്ലാങ്ക് പ്ലേസ് ഫില്ല് ചെയ്യൂ, അതാണ് റിക്തസ്ഥാൻ എന്ന് പറയുന്നത്. പൂർത്തി എന്ന് പറഞ്ഞാൽ ഫില്ല് ചെയ്യും. പിന്നെ പര്യായവാചി ശബ്ദം മിക്കപ്പോഴും വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് പര്യായവാചി. അപ്പോൾ ഒരു മീനിങ് തന്നെയാണ്, ഒരു വേർഡിന് പല മീനിങ് അല്ല. പാനി എന്ന് പറഞ്ഞാൽ വാട്ടറാണ് ആക്ച്വലി, അതിന് ജല്, അങ്ങനെ 2 മീനിങ് എന്തായാലും എഴുതണം. അതിനാണ് പര്യായവാചി എന്ന് പറയുന്നത്. സെയിം മീനിങ്, ഇംഗ്ലീഷിൽ സെയിം മീനിങ്. പാനി, ജെല്ല്, വാട്ടറാണ് ഇംഗ്ലീഷ് മീനിങ്. അങ്ങനത്തെ സാഗർ, സീ ആണ് ഇംഗ്ലീഷ് മീനിങ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് കുട്ടികൾ ഇപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു ടെക്സ്റ്റിലുള്ള അല്ലാതെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്ന് എഴുതാൻ പറ്റുന്നില്ല കുട്ടികൾക്ക്. എന്തുകൊണ്ടാണ്? CBSE ആണല്ലോ മെയിനായിട്ട്, ഇംഗ്ലീഷാണ് പിള്ളേർക്ക് കൂടുതൽ ഇതായിട്ട് പറയുന്നത്. ബട്ട് മലയാളത്തിലേക്ക് തിങ്ക് ചെയ്തിട്ട് എഴുതാൻ പറ്റിയാലാണ്. അവിടെയാണ് ഈ വർഷം എനിക്കിപ്പം ഈ എക്സാം നടന്നതിൽ നിന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായൊരു കാര്യമാണ്, കുട്ടികൾ മലയാളത്തിലേക്ക്, നമ്മുടെ മാതൃഭാഷയിലേക്ക് തിങ്ക് ചെയ്യുക, എന്നിട്ട് എഴുതുകയാണെങ്കിൽ സൂപ്പറായിട്ട് എഴുതാൻ പറ്റും. ഇംഗ്ലീഷിലുള്ള പിള്ളേർക്ക് നല്ല അറിവുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. മലയാളത്തിലാണ് കുറവ് വരുന്നത്. ഇപ്പോൾ അതിനെ മാറ്റിയെടുക്കണമല്ലോ, അല്ലാതെ പറ്റില്ല. മാതൃഭാഷ മലയാളം അമ്മയാണ്. അപ്പം സാഗർ എന്ന സീ എന്ന് അറിഞ്ഞാലാണ്, കടൽ എന്ന് അറിഞ്ഞാലാണ് അതിൻ്റെ പര്യായം എഴുതാനായിട്ട് ഈസി ആയിട്ട് പറ്റും. പാനി, വാട്ടർ, വെള്ളം എന്ന് അറിഞ്ഞാലാണ് അത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് പഠിച്ചിട്ട് പോയോ ഇത് പഠിച്ചില്ല, ഇത് ചോദിച്ചില്ല മിസ്, അത് പഠിച്ചില്ലായിരുന്നല്ലോ മിസ് നമ്മളെന്താ പറയുന്നത്. പഠിച്ചില്ല എന്നല്ലാതെ മലയാളത്തിലേക്ക് തിങ്ക് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് എഴുതാൻ പറ്റുമായിരുന്നു. സിമ്പിളാണ്, സിമ്പിൾ. അപ്പോൾ മലയാളത്തിലേക്ക്, ഹിന്ദി ലാംഗ്വേജ് മെയിനായിട്ട് മലയാളത്തിലേക്ക് തിങ്ക് ചെയ്യുക.
എന്നിട്ട് ആ ക്വസ്റ്റ്യൻ മലയാളത്തിലേക്ക് തിങ്ക് ചെയ്യുക, മനസ്സിലാക്കുക. കോമൺ ആയിട്ടുള്ള ഒരു മനസ്സിലാക്കൽ, അല്ല വലിയ സ്റ്റൈലായിട്ടൊന്നുമല്ല. അപ്പോൾ ആൻസർ കിട്ടും. പിന്നെ ഉത്തർലിഖിയ, അത് കോമണാണ്. ഉത്തർലിഖിയ അത് ആസ് യൂഷ്വൽ ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസർ ആയിട്ടായിരിക്കും വരുന്നത് എപ്പോഴും തന്നെ. അപ്പോൾ ഒരു ക്ലാസ് അങ്ങനെ പോയി ഇപ്പോൾ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ. പിന്നെ വേറൊരു ക്ലാസ് ആണെങ്കിൽ അതിലും ഈ പറഞ്ഞ പോലെ പാരഗ്രാഫ് വന്നിട്ട് പാരഗ്രാഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റോമൻ നമ്പർ 1 എന്ന് പറയുന്നത് ഒരു ഗദ്യാംശ പഠിക്കാർ ഒരു ഗദ്യം ഒരു പാസേജ് വന്നിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ MCQ ടൈപ്പ്. ഇപ്പം बुधवार को सोहन का जन्मदिन है, वह अपने इस जन्मदिन पर 7 साल का हो जाएगा, वह दूसरी कक्षा में പഠിത്താ ഹെ എന്നും പറഞ്ഞിട്ട് പാരഗ്രാഫ് ഇട്ടിരിക്കുന്നു. അത് പഠിക്കാത്ത അൺഒഫീഷ്യലാണ്, അതാണ് അനൗപചാരിക പത്രമാണ്, അല്ല ലെറ്റർ പാസേജാണ്, പഠിക്കാത്ത ലെസനാണ്, പഠിച്ച ലെസനല്ല, ടെക്സ്റ്റുള്ള ലെസനല്ല. അപ്പോൾ സോഹൻ കാ ജന്മദിൻ കബ് ഹേ എന്നിട്ട് താഴെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ സോമവാർ, ബുധവാർ, മംഗൾവാർ. അപ്പോൾ ഡേയ്സാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതൊന്നും നോക്കട്ടെ. അപ്പോൾ ഈ പാസേജിൽ ബുധവാർക്കോ സോഹൻ കാ ജന്മദിൻ ഹേ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫുൾ ആൻസർ എഴുതാനുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ ഫുള്ളായിട്ട് അങ്ങ് എഴുതി വെച്ചാൽ മതി. അതർവൈസ് ഇവിടെ ഓപ്ഷനാണ് കൊടുത്തേക്കണം, ബുധവാർ, സോമവാർ, മംഗൾവാർ. അപ്പോൾ ബുധവാർ അങ്ങനെയാണ്. അങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യൻ 5 എണ്ണം ഉണ്ട്. റോമൻ നമ്പർ 1 ആണ് ഈ പാസേജ്. അതിൽ 1 2 3 4 5 എന്ന് പറഞ്ഞ് 5 ക്വസ്റ്റ്യൻസും MCQ ടൈപ്പ് ക്വസ്റ്റ്യനും കിടപ്പുണ്ട്. അപ്പോൾ അതിന് ഫുൾ മാർക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ആ കുട്ടിക്ക് പറ്റിയൊരു ഇതെന്ന് വെച്ചാൽ നീജയെ സംഖ്യാവോങ്കോ ശബ്ദോമേ ലിഖിയെന്ന് പറയാൻ 1 2 3 പഠിച്ചിട്ട് പോകണമായിരുന്നു. അത് സ്കൂളുകാരൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചർ അത് പഠിപ്പിക്കാം, അത്രേ നടക്കൂ. അപ്പോൾ സ്കൂളുകാരിപ്പം അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കൊച്ചിന് 25 അതിൻ്റെ നമ്പറിൽ എഴുതണം എങ്ങനെയാണെന്നും 9ഉം 13ഉം 20 പറഞ്ഞു സപ്പോർട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പിള്ളേർക്കത് പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ 25 എന്ന് പറഞ്ഞാൽ ബീസ് ആണ് 20, 25 എന്ന് പറയുന്നത് ആസ്ലൈൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 അതാണ് 20 വരെയുള്ള. പിന്നെ 21 22 23 24 25 25. അപ്പം അതാണിപ്പോൾ ഉള്ളതിൽ ടോപ്പ് നമ്പർ ആ കുട്ടിക്ക് വന്നത്. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നീജെ ദിയേ ഗേ പ്രശ്നങ്ങൾക്ക് ഉത്തർ ലിഖിയേ, അതിന് 2 മാർക്ക് വെച്ചാണ്. അപ്പം ആ കൊച്ചു ടിക്കറ്റ് നിരീക്ഷകനെ ശ്രേയസ് കെ പിതാജിസെ ക്യാ മാങ്ക. ടിക്കറ്റ് നിരീക്ഷക ഒരു ട്രെയിനിൽ വന്ന ഒരു സ്റ്റോറി ആയിരുന്നു. അതിൽ ശ്രേയസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കുട്ടിയായിരുന്നു. അതിൻ്റെ പിതാജിയും അവരിങ്ങനെ ട്രാവൽ ചെയ്യുകയാണ് ട്രെയിനിൽ. അപ്പോൾ ടിക്കറ്റ് നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ ചെക്കർ, അല്ല ടിക്കറ്റ് ചോദിക്കുന്ന ട്രെയിനിലെ ആൾ വന്നിട്ട് എന്താണ് ശ്രേയസിൻ്റെ പിതാജിയോട് ചോദിച്ചത് എന്ന് മലയാളത്തിൽ ആ കൊച്ചു തിങ്ക് ചെയ്തായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഈസി ആയിട്ട് അത് എഴുതാമായിരുന്നു. അപ്പോൾ ഈ ഇംഗ്ലീഷ് മീഡിയത്തിന് അപ്പോൾ ഇനി ഈ ടേം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തുടങ്ങുമ്പോൾ മൺഡേ തുടങ്ങുമ്പോൾ അല്ല നെക്സ്റ്റ് വീക്കിൽ ഇപ്പോൾ എക്സാം കഴിഞ്ഞു. ഒരു 5 സ്കൂളിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാ അങ്കമാലി, കോതമംഗലം, പിന്നെ കോഴിക്കോട് കോയമ്പത്തൂരുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അടുത്തുള്ള എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്കൂള്. അത്ര സ്കൂളിൻ്റെ എക്സാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുണ്ട് കേട്ടോ എക്സാം, അവർക്ക് ഫൈനൽ എക്സാം ആയിട്ടില്ല. അപ്പോൾ അതിൽ അവർക്ക് ഇങ്ങനെ ടൈപ്പ്. അപ്പോൾ ഞാൻ കുട്ടികളെ ബോധവൽക്കരിക്കുന്നത് മെയിനായിട്ട് മലയാളത്തിലേക്ക് ക്വസ്റ്റ്യൻ തിങ്ക് ചെയ്യാനുള്ളൊരു കോച്ചിങ്ങാണ് ഞാൻ ഇനി കൊടുക്കാനായിട്ടിരിക്കുന്നത് അല്ലെ ആനുവൽ ടൈമിൽ മാർച്ചിലെ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ കൊച്ചിനത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് കൊച്ചിന് ആൻസർ സുഖമായിട്ട് അറിയായിരുന്നു. പക്ഷേ കൊച്ചിനത് ചെയ്യാൻ പറ്റിയില്ല, കുട്ടിക്കത് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? അത് കുട്ടിക്ക് മലയാളത്തിൽ തിങ്ക് ചെയ്യാൻ പറ്റില്ല, ആൻസർ ആയിരുന്നു. അതാണ് അവിടെ പ്രശ്നം പറ്റിയത്. അപ്പം പിന്നെ വിലോം ശബ്ദമാണ് പിന്നെ സാധാരണ വരുന്നത്. വിലോം എന്ന് പറയുമ്പം ഓപ്പോസിറ്റ്സ്. ഇപ്പം ആജ് ടുഡേ, കൽ ടുമോറോ, യെസ്റ്റർഡേ, അങ്ങനെ ടൈപ്പ്. അത് മലയാളത്തിലേക്ക് തിങ്ക് ചെയ്താൽ ഈസി ആയിട്ട് കുട്ടികൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. മലയാളത്തിലേക്ക് തിങ്ക് ചെയ്യാവുന്ന രീതിയിൽ ഉള്ള കോച്ചിങ് കൊടുക്കണം. ഇംഗ്ലീഷ് മീഡിയത്തിൽ പിള്ളേർ ഇംഗ്ലീഷ് മീഡിയം ആവുന്നില്ല, പിള്ളേർക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പം വേറെ ഒരു ടൈപ്പ് ഗ്രാമർ സെക്ഷനാണ്. ഉപസർഗ് ഓർ പ്രത്യേക ബാരേമേ ലിഖിയെ, ഉപസർഗ് പ്രത്യയ. അപ്പം അത് അലഗ് കർക്കെ ലിഖിയെ, ഉപസർഗ് ഓർ പ്രത്യയ. ഫോർ എക്സാമ്പിൾ ശബ്ദോं के മൂലശബ്ദ
ആപ്കി സഹായ. ഓക്കെ, പ, അനു, പരി, വി, പിന്നെ ഉപസർക്കാണ് ഇക്ക്, വാല, ത, ന. അപ്പോൾ അഭി പ്ര. അപ്പോൾ അഭി ചേർത്തിട്ടുള്ളത് നമുക്ക് അഭിമാൻ എഴുതാം. അഭി പ്ലസ് മാൻ പ്ലസ് ഇട്ടിട്ട് തിങ്ക് ചെയ്താൽ ഒത്തിരി കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷിനും ഹിന്ദിക്കും മലയാളത്തിനും. അത് മനസ്സിൽ പ്ലസ് ഇട്ടാൽ മതി, ടഫ് വേർഡിനെ ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അഭി പ്ലസ് മാൻ അഭിമാൻ, പ്ര പ്രത്യേക, അനു അനുശാസൻ, പരി പരിവാർ പറ്റും. പിന്നെ വി വി എന്നുള്ളത് വിശാൽ, വി പ്ലസ് ശാൽ വിശാൽ. പിന്നെ ഉപസർഗ ഇക്ക്, വാല, ത, ന. ഇക്ക് ദൈനിക്, വാല പഠനെ വാല, ത ചൽത്ത, ന വന്നാൽ ഘൂംന. ഇങ്ങനെയൊക്കെ പോകും. ശബ്ദാർത്ഥ സെക്ഷനാണ് ഹിന്ദി ടു. ഫോർ എക്സാമ്പിൾ ഒരു ഭക്തി എന്നൊരു വേർഡ്, ആ ഭക്തി എന്ന വേർഡിന് ചോട്ട് കർണേവാലി യാ ചുഫ്തി വാല, ഒരു ലെങ്തി ആയിട്ടുള്ള മീനിങ് ആണ്. അത് തിരിച്ച് ചോദിക്കാം. ചോട്ട് കർണേവാലി യാ ചുഫ്തി ബാത്ത് ഏക് ശബ്ദ ക്യാ എന്ന് ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടി വരും. ഭക്തി അങ്ങനെ. ഇപ്പോൾ യക്കീൻ എന്ന് പറയുന്നത് വിശ്വാസം എന്നാണ് ഹിന്ദി ടു ഹിന്ദി മീനിങ്. ശബ്ദാർത്ഥം ബിലീഫാണ് ഇംഗ്ലീഷ് മീനിങ്. അപ്പോൾ മനസ്സിലാക്കുക, ഇംഗ്ലീഷിലായിട്ടോ മലയാളത്തിലേക്ക് തിങ്ക് ചെയ്യാൻ ഇംഗ്ലീഷിൽ വേണമല്ലോ, ഈക്വലായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മലയാളത്തിലേക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു കോച്ചിങ് കൂടി മെയിനായിട്ട് കൊടുക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഇനി എൻ്റെ ക്ലാസ് മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ മതി അല്ലേ? ഓക്കെ, ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു മൈ ഡിയർ വ്യൂവേഴ്സ്, my dear students, especially parents, and please like and subscribe. Thank you. God bless you. Bye bye.